ജൂതന്മാരെ കൊന്നൊടുക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ചിത്രത്തിലെ പ്രധാന ലക്ഷ്യം. ഇവിടെ ശ്രദ്ധിക്കാൻ പിടിച്ചടക്കി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് തള്ളിവിടുക എന്നതായിരുന്നു ഹിറ്റ്ലറിന്റെ വലിയ വിനോദം. നിന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് ഇത് 8ാമത്തെ തവണയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇരിക്കത്തുമില്ല. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? അച്ഛാ, ഫ്രണ്ട്സൊക്കെ പറയുന്നത് എൻ്റെ കവർ ഡ്രൈവ് അടിപൊളിയാണെന്നാണ്. മാത്രമല്ല ബൗളിങ്ങിലും നല്ല സ്വിങ് കിട്ടുന്നുണ്ട്. ട്രയൽസൊക്കെ നടക്കുന്നുണ്ട് IPL-ൻ്റെ. ട്രൈ ചെയ്താൽ ചിലപ്പോൾ. ഞാൻ ചോദിച്ചത് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നാ. അച്ഛാ, അത് ക്രിക്കറ്റ്. നീ M.Tech-ന്റെ എൻട്രൻസ് എഴുതിയായിരുന്നല്ലോ. അച്ഛാ, അത് ഇത്തവണ അത്ര നന്നായിട്ട് എഴുതാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. ഞാൻ അടുത്തവണ ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഇനി അതിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. ഇതെങ്ങനെ? വലിയ പറക്കുന്ന കോളേജൊന്നുമല്ല, നിനക്കത് മതി. പഞ്ചാബ് യൂണിവേഴ്സിറ്റി യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത കോളേജാണ് അച്ഛാ. മാത്രമല്ല AICTയുടെ അഫിലിയേഷൻ ഉണ്ടോയെന്നും സംശയമാണ്. അവിടെ ഭയങ്കര അഴിമതിയാണ് അച്ഛാ. അപ്പൊ പോകാൻ ഉദ്ദേശമില്ല. ഞാൻ ഇപ്പോൾ കോളേജ് KSRTCയുടെ IRCTCയുടെ സെർവർ ഡൗൺ ആയിരിക്കും. അതൊന്ന് റെഡി കഴിഞ്ഞാൽ ഞാൻ പഞ്ചാബിൽ പോയിക്കോളാം. അച്ഛൻ വരുന്നുണ്ടോ പഞ്ചാബിൽ? ഇല്ലല്ലേ? അപ്പം പിന്നെ ടിക്കറ്റ് ബുക്ക് ഉണ്ടല്ലോ അല്ലേ? ഓ അമ്മേ, എൻ്റെ ബാഗ് എവിടെ? എനിക്ക് പഞ്ചാബിൽ പോകണം. പിന്നെ പേടിപ്പിച്ച ഞങ്ങൾ പോകുന്ന എൻ്റെ പട്ടി പോവും. ഫയൽവാനാണ് അത്ര. ഫയൽവാന്മാരൊക്കെ ആൾക്കാരെ പേടിപ്പിക്കുക ചെയ്യും. പഞ്ചാബ് തേങ്ങ മൂട്. ഞാൻ അവന്മാരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? എടാ ദാസ, കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലും കർണാടകയിലും കോളേജ് ഇല്ലാഞ്ഞിട്ടാണോ നിന്റെ അച്ഛൻ പഞ്ചാബിലോട്ട്, അതും ഗുസ്തിക്കാരുടെ സ്വന്തം നാടായ പഞ്ചാബിലോട്ട് പഠിക്കാൻ അയക്കുന്നത്? ഇതിലെന്തോ രഹസ്യ അജണ്ടയുണ്ട് ദാസ. നീ തെറ്റാന്ന് പറഞ്ഞു കുത്തിയെല്ലാം ശരിയായിരിക്കുന്നേ. അല്ലേലും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റേ ശരിയില്ല. വേണ്ടാത്തൊരു വാരിക്ക് ഒരു കൊടുക്കുക, വേണ്ടുന്ന ഒരു പിണ്ണാക്കും കിട്ടുന്നില്ല. പക്ഷെ പഞ്ചാബി പെൺകുട്ടികൾ ബോനെ, അവരുടെ കളറുണ്ടല്ലോ, നല്ല വിളഞ്ഞ ഗോതമ്പ് പശുവും പാലിൽ അരച്ചാൽ കിട്ടുന്ന കളറല്ലേ, ആ കളറാ. ദാസ, നീ കളിക്കല്ലേ. അടുത്ത ആഴ്ച ദേശത്തെ ഡേഞ്ചർ ബോയ്സ് ആയിട്ട് മാച്ച് ഉള്ളതാ. ആ കുഞ്ഞിരാമന്റെ ലേറ്റസ്റ്റ് വെല്ലുവിളി വരെ നമ്മളാ. അതിന്റെ ഇടയിൽ അവന്റെ ഒലക്കലെ M.Tech-ഉം പഞ്ചാബും. എൻ്റെ കയ്യിലെ B.Tech കൊണ്ട് ഒരു പ്രയോജനമില്ല. പിന്നെ അവൻ്റെ ഒരു M.Tech. നീ എങ്ങോട്ടും പോകുന്നില്ല. അതാണ് ഈ പോണ്ട. പോണ്ടെന്ന് പറഞ്ഞപ്പോ പോണ്ട. നീ പോണ്ട. പോണ്ടേ? നീ അല്ല, നീ. എന്നെയൊക്കെ KCB-യിലെടുത്തവനെ സമ്മതിക്കണം. പഞ്ചാബ്, നല്ല വിളഞ്ഞ ഗോതമ്പ്, പശുവും പാലിൽ അരച്ച കളർ. ആ കള്ള ചോറ് പോയില്ലേ? പാണ്ടി പാത്തപ്പഴേ തെരിഞ്ഞത്. കേരളവാ? ആ, എങ്ങനെ മനസ്സിലായി? സൊറിഞ്ചപ്പേ പുറിഞ്ച്. ദാസ് പാണ്ടി, മുത്തുപ്പാണ്ടി, ദാസ് ആഞ്ജനേയദാസ്. എല്ലാവരും പോലെ ഉണ്ടല്ലോ. നമ്മൾ നോക്കിയതാ. ஹாய், எலக்ட்ரானிக்ஸ் அண்ட் கம்யூனிகேஷன் டிபார்ட்மெண்ட் வேர். मैनू नहीं पता, आई डोंट नो. இது தெரியாமல் காலேஜில் பொண்ணு கொடுக்க சுற்றிட்டு இருக்க போடா. மச்சான், அந்த பொண்ணு அட்ரஸ் சொல்கிறதுக்காகவே தான் உட்காந்துருக்கா. அவட்ட போய் கேட்கலாம். நைஸ் சிட்டி. ஹாய், யுவர் புல்லட் நைஸ். எலக்ட்ரானிக்ஸ் அண்ட் கம்யூனிகேஷன் டிபார்ட்மெண்ட் வேர். வே
You know English? Electronics and Communication Department. Where? Go straight. First right, first left, again first right. Dead end will come. Right side G1. Bernoulli's theorem in our mechanical engineering. This is an important Macha, topic to be ഇയാള് discussed പഠിപ്പിക്കുന്നത് ഈ about. In പുസ്തകത്തിലില്ലല്ലോ. fluid dynamics, Bernoulli's principle. What's happening there? Sir, can you once check whether you are having right book in your hand? There may be a chance your kids or maid can change your book. No, because Bernoulli's theorem is not in our telecommunications, sir. Huh? My friend. Hi. You come here. You come. Coming. Dude, I think you guys are in the wrong class. वो कड़ूस डंडा मारने से पहले तुम लोग भाग जाओ. We have to find V3 only, no? Okay, we'll find. Let me see through the tunnel. There is V3. नौटंकी मेरे साथ. Mechanical HOD Professor Babu कौन है? വണ്ടി ക്ലാസ് മാറിപ്പോയി. വാ ആ പെണ്ണ് നമ്മളെ പറ്റിച്ചതാ. വാ. கேட்கணும் மச்சி, கண்டிப்பா கேட்கணும். அவ யாரா இருந்தாலும் சரி, எவ்வளவு பெரிய ஆளா இருந்தாலும் சரி, இன்னைக்கு நான் கேட்க போற கேள்வியில அவன் நாக்க புடின்னு சாக போறான். മച്ചാ ഇത് வந்து பாறா மச்சி. പഞ്ചാബാണ്. റൊട്ടി തിന്നുന്നവന്മാരെ നാട്. അവന്മാര് നമ്മളടിച്ച് റൊട്ടിയാക്കി കളയും. വെറുതെ വേണ്ട മച്ചാ. அதுக்கு நான் 3 வேளை சோத்துல உப்பு போடுறேன் தமிழண்டா. அவ மட்டும் என் கையில கிடைச்சா. ஏய், இந்த மனசுல நான் பெரிய பருப்பு நினைப்பா. உங்ககிட்ட கிளாஸ் ரூம் தானே வலிக்கிட்டாங்க. விடுறா மச்சான். லேடி ஸ்டைலுக்கு வலிக்கிட்டாங்க. பஜாரி புறம்பக்கு பேமானி. ஆடுகாளி ஓவர் ஆட்டாடாத. ஒரு மனுஷன் வந்து வலிக்கட்டா கோ லெஃப்ட் கோ ரைட் அண்ட் டெட். மூஞ்சிய பாரு, நல்லா பால்கோவா உருட்டி வச்ச மாதிரி. என்ன கால்ல விழுந்தாலும் ஒண்ணு மாட்டி நீ பேச மறா வாய உடைக்க விடக்கூடாது. साले घर जा कर. क्यों क्या तुम बकवास की किसी मेरे बारे? सॉरी बोल. बहुत सॉरी. छोड़ दो. என்னடா இந்த புல போக்குறா? பொம்பளை ப்ரூஸ்லி இருப்பு புரியடா. நீ வரடா மச்சான். நான் லீவுடா. घर जा. ഞാൻ പറഞ്ഞല്ലേ റൊട്ടി തിന്ന ആൾക്കാരാണ് അടിച്ച റൊട്ടിയാക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ. കണ്ട ஸ்டண்ட் மாஸ்டர் பா போறடா. டேய் வரடா. വണ്ടി വേറെ വഴിയില്ല. தப்புடா, ரொம்ப தப்புடா. ஒரு ஆம்பளை ஒரு பொண்ணு கை நீட்டி அடிச்சுட்டு நல்லா வாழ்ந்ததா சரித்திரமே இல்லை தெரியுமா? കുറച്ച് പുതിയ പിള്ളേർ ചരിത്രം തിരുത്തി കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ പഴയ ചരിത്രവും ഭൂമിശാസ്ത്രവും നമ്മൾ ജസ്റ്റിന് മിസ്സായതാ. അല്ലെങ്കിൽ അവൾ നമ്മളെ ഷെഡ്യൂളിൽ നിലത്തടിച്ചാൽ எப்போ ஒரு பொண்ணு கை நீட்டி அடிக்கலாம்? அவன் சப்பாத்தி சாப்பிட்டா கையை நீட்டிடுவாளா? இந்நேரத்துக்கு என் வீட்டில் இருந்ததுன்னா ஃபுல் மீல்ஸை நல்லா கட்டுன்னு கட்டிட்டு ஆட்டுக்கால் சூப்பை உரின்னு உறிஞ்சிருப்பேன். ശരിയാ. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ജാനപ്പൻ്റെ മീൻകറിയും ചോറും സൈഡിൽ വെക്കാൻ ഒരു മത്തി ഫ്രൈ, ഒരു പപ്പടം, കുറച്ച് കടുമാങ്ങ അച്ചാർ, വെള്ളപ്പൊടി போட்ட அம்மாவோட கருவாட்டு குழம்பு சும்மா அல்லும். എൻ്റെ അമ്മ ഉണ്ടാക്കണ തലശ്ശേരി ചിക്കൻ ബിരിയാണി, திண்டுக்கல் தலப்பாக்கட்டி பிரியாணி, കോഴിക്കോടൻ അലുവ, திருநெல்வேலி அல்வா, மதுரை மட்டன் புரோட்டா சால்னா சாப்பிட்ருக்கியா நீ? കൊലമച്ചാൻ്റെ കടയിലെ പൊറോട്ടയും ബീഫ് റോസ്റ്റും. அதனால உங்கள் ஊருக்காரங்க புரோட்டா பீஃப் கறினா அவ்வளோ அலையிறீங்க. അലയും ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. அப்படியா? ഞാൻ വിളിപ്പിച്ചത് ഒരു ഗാട്ടാ ഗുസ്തി ടൂർണമെൻറ്റ് നാഷണൽ ലെവലിൽ നമ്മുടെ മനയത്ത് വയലിൽ. എന്താ അഭിപ്രായം? ഒരു ഗുസ്തി മത്സരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടുകാർ പോലും വരില്ല, പിന്നല്ലേ ഈ നാട്ടുകാർ. അതുപോലെ ഈ ചെലവിൻ്റെ കാര്യമൊക്കെ ആര് വഹിക്കും? നമ്മളൊന്ന് മുണ്ട് മുറുക്കെടുത്താൽ തീരാവുന്ന കാര്യമല്ലോ ചന്ദ്ര. ഇന്റർനാഷണൽ പ്ലേയേഴ്സിനെ നമുക്ക് കൊണ്ടുവരാലോ. സുശീൽ കുമാർ, ഗീത, യോഗേശ്വർ ഇവരൊക്കെ വരുമ്പോൾ തന്നെ കളറാകെ മാറും. പിന്നെ സ്പോൺസേഴ്സിന് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മുനിസിപ്പാലിറ്റിയുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും. അതെ, ടൂറിസമായിട്ട് നമുക്കിത് ക്ലബ് ചെയ്യാം. പക്ഷേ ചന്ദ്രൻ പറഞ്ഞതുപോലെ വീട്ടിലിരിക്കുന്ന ആളുകൾ ഇറങ്ങി ഗോദായിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യം മുന്നിട്ടിറങ്ങും. അതെ, ക്യാപ്റ്റൻ പറഞ്ഞ ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഇങ്ങനെ നമുക്ക് വിശ്വാസമാണ്. നമ്മളിങ്ങനെ കൂടണ്ടേ? എന്നാ പിന്നെ നമുക്കൊന്ന് പിടിച്ചു നോക്കാം. എന്നാ പിന്നെ കൈയടിച്ച് പാസ്സാക്കിയേക്കാം. പിന്നെന്താ? एकदम परफेक्ट था. ये तुम ऐसे ही करके जाओगे ना, you'll fly high. ഹായ്, എന്താ ഇവിടെ പൊറോട്ടയും ബീഫ് കറിയും ഒന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. ഞാൻ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടി നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷെ ഒരു കാര്യം പറയണമെന്ന് തോന്നി. ഇപ്പോൾ ഒപ്പോണന്റ് വീക്ക് ആയതുകൊണ്ടാണ് ഈസി ആയിട്ട് വിൻ ചെയ്തത്. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിയുടെ ലോവർ ബാക്ക് മാറ്റിൽ നിന്ന് പൊങ്ങിപ്പോകുന്നുണ്ട്. അതൊരു വീക്ക് പോയിൻ്റാണ്. ഒപ്പോണന്റ് വേണമെങ്കിൽ ഈസി ആയിട്ട് മലർത്തി അടിക്കാം. കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്ന ആളായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഒന്ന് പറഞ്ഞു കൊടുത്തേക്കും. പോടെ.
What was he saying? എടാ ഈ ഗുസ്തി എന്ന് പറയുന്നേ ലങ്കോട്ടി മാത്രമല്ല വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറം ഇപ്പുറം ഒന്നുമില്ല, നീ വാ. ഏയ് എന്റെ മച്ചാ കുസ്തി വാത്തിയാറാ. I feel he's right. Don't know how. I mean, it's right. ഹലോ ഹലോട്ടാ, പറ എന്തൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ? ഞാനില്ലാതെ എങ്ങനെയുണ്ട് നാട്? ബാലേട്ടാ, ഞാൻ വൈകിട്ട് വിളിച്ചാൽ മതിയോ? ഞാൻ കോളേജിലാണ്. ഓക്കെ. कॉफी कॉफी लेंगे 2 कॉफी प्लीज। एक्सक्यूज मी। अरे भाई क्या कर रहे हो? चल क्या हो रहा है? दिस इज माय स्पॉट, आई वाज स्टैंडिंग हियर। हां पागल है, नीचे खड़े हैं। छोड़ दे, दोस्त है मेरा। 1 2 सैंडविच एंड 2 मिक्सड फ्रूट जूस। यार मैं की करे यार, अपन कितनी देर चलाने लगे सी पूरी दा दोस्त नीचे कैसे छड़ता हूं है? फिर मैं की करा? 10 मिनट धक्के मारा। हे may I? You don't have to ask for permission. It's a public place. Juice, sandwich for you, sandwich for me. I didn't ask you for a sandwich. Did I say no? Nah. Are you a wrestler? I was. छोड़ी क्यों? वैसे your tip was good. It helped me. You're welcome. I didn't say thank you. No, from your facial expression, I thought you were about to. So you reading my face and assuming things, huh? I'm sorry. I think I should go. You know it's rude to leave when someone is talking to you. No, I didn't leave. I'm still standing here. But I have class, and I really need to go now. You can't leave without my permission. Stand here. Baljeet! ये ड्रामा लगा के रखा है। तो कितनी बार क्या कि क्यों प्रॉब्लम्स क्रिएट कर रहे हो? क्या ना मेरा दोस्त है। फिर क्या प्रॉब्लम है? चलो लाइन चला गो। देवी जी ने जितने काम लो। पता नहीं की समझते अपने आप को बदतमीज इंसान। अदिति सिंह, असली पंजाबी। अंजने दास, असल मलयाली। Das. Yeah. So, you've seen Punjab? Not really. No. You know you should. It's so rich in culture. Like you love it for sure. I'm going to a Punjabi wedding tomorrow. Do you wanna come with me? Why not? Cool. Yeah. Yeah. I'll see you tomorrow then. Yeah, cool. You can have that sandwich. Okay. Bye. Das. Thank you for the tip. എന്താടാ നിർത്തിക്കളഞ്ഞത്? അടി കിട്ടി പഞ്ചറായിട്ട് വന്നിരിക്കല്ലേ? കഴിക്കേ, അടി നന്നായിരിക്കട്ടെ. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പഠിപ്പിക്കാൻ അയച്ചതാ. എന്നിട്ട് കണ്ട നാട്ടിൽ പോയി കണ്ടവൻ്റെ ഒക്കെ കൂടെ തല്ലും കൂടി വന്നിരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് പേര് ദോഷം ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ കണ്ട നാട്ടിൽ കൊണ്ടാക്കിയത്? പഞ്ചാബിലെ അടി കിട്ടിയായിരുന്നു നീ പറഞ്ഞു. പക്ഷെ എന്തിനാ കിട്ടിയെന്ന് മാത്രം നീ പറഞ്ഞു. പെണ്ണുടി കേസുല്ലാണ്. അത് ഉറപ്പല്ലേ? പഞ്ചാബിലടി ചൊറിയും. ആ പിന്നെ അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്ന് ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട. നിന്റെ അച്ഛൻ്റെ ഗുസ്തി ടൂർണമെന്റ് വിജയേട്ടൻ മുടക്കാൻ പോവാ. ബാക്കി ഇവിടുന്ന് വാങ്ങാം. വിജയേട്ടാ, ബാക്കി നീ പറയും. എന്താടാ? വിജയേട്ടാ അവരത് നടത്തിക്കോട്ടെ. ഇത്രയും നാളത്തെ പോലെ അല്ല. അച്ഛനും ഗാങ്ങും ഭയങ്കര സീരിയസ് ആയിട്ട് ഇറങ്ങിയേക്കാം. എന്താണ് നിനക്കൊരു മാറ്റം? നീ എന്താ യൂത്ത് വിട്ട് ഫയൽമാൻമാരെ ക്ലബ്ബിൽ ചേർന്നോ? ഞാൻ ഈ പണിയൊക്കെ എടുക്കുന്നതേ എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഈ നാട്ടിലെ മൊത്തം ചെറുപ്പക്കാർക്ക് വേണ്ടിയാ. എനിക്കറിയാം, നിനക്കറിയാം. മനത്തോലെ സ്റ്റേഡിയം കൊണ്ടുവന്നിട്ടാണല്ലോ നിങ്ങൾക്ക് നാട്ടിലെ ചെറുപ്പക്കാരുടെ വോട്ട് പിടിക്കാൻ. ഞാനെന്താ പൊളിറ്റിക്സ് കളിക്കാന്നാണോ നീ പറഞ്ഞത്? അതല്ല വിജയേട്ടാ, അവരവിടെ ഗുസ്തിയോ എന്ത് കുന്തമേളം നടത്തിക്കോട്ടെ. നമ്മളായിട്ട് അത് കൊടുക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ.
വെറുതെ വഷളാവും. വഷളാവണം. നിനക്ക് പേടിയാണെങ്കിൽ നീ നിക്കണ്ട, നീ ഇറങ്ങിക്കോ, തിരിച്ചു നിന്റെ അക്കാലയ്ക്ക് നോക്കോ. നീ അവിടെ ആയിരുന്നല്ലോ പണ്ട്. ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനുണ്ട്. ചേട്ടാ നിങ്ങൾ അടങ്ങ്. അവനൊരു സജഷൻ പറഞ്ഞല്ലോ. സജഷൻ തോന്നിയാലും സജഷൻ നീ മിണ്ടരുത്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ കാണിച്ചടാ, കാണിച്ചു. നീ നിന്റെ തന്തയുടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്റെ തൊണ്ടയുടെ സ്വഭാവം നീ കാണിക്കേണ്ടിരുന്ന മതി. ചേട്ടാ എന്താ നല്ല അടിയെടുക്കുമ്പോഴേ നിങ്ങളെന്ത് തേങ്ങ വെള്ളം കാണിക്കും. ഞാൻ വരാം. പോരാ. അത് മതി. 6 ആരുടെ പറ്റി? 3:30 അല്ലേ? ഓ 3:30. അല്ല പോക്കരെ, നമുക്ക് ഈ ഗോദ എല്ലാ തവണത്തെ പോലെ കുറച്ചുകൂടെ ഒന്ന് ഉയരത്തിൽ കെട്ടാം. ഓ ആയിക്കോട്ടെ. അപ്പൊ കാണുന്നവർക്ക് ഒരു സൗകര്യമാവുമല്ലോ. ക്യാപ്റ്റൻ, ഇത് നടക്കില്ല. ആ വിജയൻ കോടതിയിൽ കൊടുത്ത കേസ് വിധിയായിട്ടുണ്ട്. കേസോ? അതെ, മനയത്തുവയൽ അവനുകൂടെ അവകാശപ്പെട്ടതാണെന്നും ഇവിടെ എന്ത് പരിപാടി നടക്കണമെങ്കിലും അവന്റെ സമ്മതം കൂടാതെ പറ്റില്ല എന്നും പറഞ്ഞ് അവൻ രഹസ്യമായ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അത് വിധിയായിട്ടുണ്ട്, അതും അവൻ അനുകൂലമായിട്ട്. ചെമ്പലങ്ങോട്ട് കളിയും കൊണ്ട് എങ്ങനെയാണ് നീ? അമ്മാവൻ ഇപ്പം കിട്ടും. കൈ കിട്ടുന്നൊക്കെ വേഗം പറക്ക്. വേറെ കാണിച്ചിട്ട് വാങ്ങാം.